ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഈവനിങ് വ്ളോഗ് പറഞ്ഞാൽ നമുക്ക് ഇന്നൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നു. റിസപ്ഷൻ പറഞ്ഞാൽ തലേ ദിവസം കല്യാണം കഴിച്ച് കൊണ്ടുവരാം കേട്ടോ. അവിടുത്തെ റിസപ്ഷനായിരുന്നു. അപ്പോൾ നമ്മളതാ പോയി അവിടെ എത്തിയിട്ടോ. ഇത് വന്നിട്ട് ചെറിയ നാത്തൂൻ്റെ ഇളയച്ചൻ്റെ കല്യാണമായിരുന്നു കേട്ടോ. നിക്കാഹ് ഓൾറെഡി കഴിഞ്ഞതാണ്. അപ്പോൾ ഇന്ന് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവരുന്ന ചടങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ റിസപ്ഷൻ പോലെയൊന്നും ഒരു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അവിടെ എത്തി. അപ്പോൾ ഇതാ ആൾ ഓടി വന്ന് ഞങ്ങളെയൊക്കെ സ്വീകരിക്കണം കേട്ടോ, നാത്തോൻ്റെ മോന്. അപ്പോൾ ഇതാ എനിക്കെന്തോ വോയിസ് ഓവർ കൊടുക്കൽ ഇപ്പോഴും അവിടെ ക്ലിയർ ആയിട്ടില്ല കേട്ടോ. ഒരു ബ്രീത്തിങ് ട്രബിൾ വരും അതിൻ്റെ ഇടയിൽ. കാരണം നമുക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എന്താ പറയേണ്ടതെന്നൊരു കൺഫ്യൂഷൻ വരികയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കൊന്ന് ശ്വാസം എടുത്ത് വരുന്നത്. അപ്പോൾ ഇതാ അവിടുത്തെ ഒരു സംഭവം കണ്ടോ. ഞാൻ ഇതുവരെ കല്യാണത്തിന് പോയിട്ട് എവിടെ നിന്നും അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല കേട്ടോ, മണ്ഡപത്തിൽ. അപ്പോൾ ഇതാ കുട്ടികളെ പറ്റിക്കാനായിട്ട് അത്യാവശ്യം എല്ലാ മക്കളുടെ കയ്യിലുണ്ട് കേട്ടോ, ആൾക്കാർ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ അതൊക്കെ വാങ്ങിച്ചു. ഹിസൂട്ടി വേണമെന്ന് കുറേ നേരം കാരണം കേട്ടോ. പിന്നെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയി കേട്ടോ. അപ്പോൾ ഈവനിങ് ടൈം ആയതുകൊണ്ട് നാസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ. മറ്റേ പത്തിരിയും നെയ്ച്ചോറ്, പിന്നെ പൊറോട്ട, പിന്നെ സാലഡ്, ബീഫ് കുറുമ, ചില്ലി പൊരിച്ചത് പറഞ്ഞ പോലത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു. ഫുള്ള് എനിക്ക് കവർ ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഹിസമോളിൻ്റെ കയ്യിലായിരുന്നു. എനിക്ക് അപ്പുറത്ത് ഫുഡ് കഴിക്കാതിരിക്കുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ എന്നെ അവളെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഫുള്ള് കവർ ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മാക്സിമം എന്നെ കൊണ്ടാണോ ഇത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഫുഡ് കഴിക്കില്ല എന്നു. അതിൻ്റെ കൂടെ അവൾക്ക് ഞാൻ ഫുഡ് വാരി കൊടുത്തു കേട്ടോ, കാരണം നമ്മൾ ഇനി വീടെത്തുമ്പോൾ ഒരുപാട് ലേറ്റ് ആവുമെന്ന് വെച്ചിട്ട്. പിന്നെ അത് അവിടുന്ന് കുറച്ച് നേരം കൂടെ നമ്മളവിടെ ഇരുന്നു. അതിന് ശേഷം വെളിയിലോട്ട് ഇറങ്ങിയിട്ടോ. പിന്നെ പോകാമെന്നുള്ള പ്ലാനിങ്ങിൽ നിൽക്കുകയാണ്. ലുലുവിൽ പോകണമെന്നൊരു ചെറിയ പ്ലാനിങ്ങുമായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അപ്പം ഞങ്ങൾ അവരോട് കൂടെ വരുന്നോ ചോദിച്ചപ്പോൾ അവരും കൂടെ ഉണ്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ശരി എന്നാൽ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും പാടെയാണ് കേട്ടോ പോയത്. നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ലുലുവിൽ പോകാറുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് പർച്ചേസിങ് ചെയ്യാത്ത സമയങ്ങളുണ്ട്. പോയ എന്തെന്നെ വാങ്ങില്ല പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങിക്കൂട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അത് അമ്മയും വാപ്പയൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ലുലുക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങളവിടെ എത്തി. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു, കാരണം എല്ലാവരും ഒപ്പം എത്തണ്ടേ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന ശേഷമാണ് പിന്നെ ഞങ്ങൾ ഉള്ളിലോട്ട് കയറി കേട്ടോ. ഹിസമോൾക്ക് ലുലു എത്തി ഭയങ്കര സന്തോഷമാണ്, കാരണം അവൾക്ക് അധികം ഓടിക്കളിക്കാനുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് അവിടെ എത്തി. അത്ര തിരക്ക് പറയാനുള്ള സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ചില സമയങ്ങളിൽ നമ്മൾ പോയാൽ നല്ല തിരക്കായിരിക്കും. ഇപ്രാവശ്യം അത്ര തിരക്ക് തോന്നിയില്ല കേട്ടോ. പിന്നെ അതാ പർച്ചേസിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ അതാ നേരത്തെ കണ്ടില്ലേ രണ്ടാൾക്കാർ, ഹിസൂട്ടിയും അതും രണ്ടാളും ഭയങ്കര കമ്പനിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ആ ലുലു മാളിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ. എൻ്റെ റബ്ബേ, ഉള്ള സ്നാക്സൊക്കെ മൊത്തം, സ്നാക്സ് അല്ല ചോക്ലേറ്റുകൾ മൊത്തം എടുത്തിട്ട് കൊണ്ടുവന്ന് ബില്ലാക്കാൻ നിൽക്കുന്നവിടെ കൊണ്ടുവന്ന് തരുമായിരുന്നു. പിന്നെ ഒരു വിധത്തിലൊക്കെ അവർക്ക് വേണ്ടത് 1-2 സാധനം മാത്രം എടുത്തിട്ട് ബാക്കി അവിടെ ബില്ലാക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വന്നു കേട്ടോ. പിന്നെയാണ് അവർക്ക് മേലെ പോയി കളിക്കണം പറഞ്ഞത്. ഞാൻ ഇറങ്ങാൻ കുറച്ച് ലേറ്റായിപ്പോയി അവിടെ നിന്ന്. ഞാൻ അതിൽ നിന്ന് സാധനങ്ങളൊക്കെ ഒരു ഭാഗത്താക്കിയിട്ട് അപ്പോഴേക്കൊക്കെ കുട്ടികളിനായിട്ട് അവരെല്ലാവരും മേലോട്ട് വന്നിരുന്നു കേട്ടോ. അപ്പോൾ അത് അവരെല്ലാവരും അവിടെ കളിക്കുമായിരുന്നു. പിന്നെ കുറേ സമയം അവിടെ അതിനായിട്ട് ചിലവഴിച്ചു കേട്ടോ. കുറേ സമയം അവർക്കായിട്ട് ഇപ്പോൾ എല്ലാവരും അവിടെ പുറത്ത് വരുമ്പോൾ നമ്മൾ പോവാറുണ്ട്, ഇല്ലായില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ കൊണ്ട് അപ്പോൾ അതിന് കുറച്ച് നേരം കുട്ടികളിനായിട്ട് കളിച്ചു. ഹിസമോൾ എല്ലാത്തിലും മാക്സിമം വെറുതെ ഇരുന്ന് കളിച്ചു കേട്ടോ. അപ്പോൾ ഇവർ രണ്ടാളും ഉണ്ടോ ബെസ്റ്റ് കമ്പനി. അവൻ ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടെ ഇവള് മെല്ലെ പോയിട്ട് നോണ്ടി കുശുമുണ്ടാക്കും കേട്ടോ. പാവമാണ് കേട്ടോ അവൻ. ചില സമയത്ത് എന്തെങ്കിലും കൈക്കിട്ട് വെച്ചിട്ടൊക്കെ അടിച്ചിട്ട് അവനെ ശരിയാക്കാറുണ്ട് അവൾ. അപ്പോൾ ഇനി അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് അതിൽ കയറി ഇറങ്ങിയിട്ട് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവിടെ നിന്ന് വന്നു. ഇനിയൊക്കെ വണ്ടിയൊക്കെ എടുത്തിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എടുത്താണ് കേട്ടോ. ഇപ്പോൾ സമയം 10:20. ഇനി അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ തോതിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ, വല്ലാണ്ടില്ല. പിന്നെ അതാ വീടെത്തി. ഹിസൂട്ടിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. അവൾക്ക് ഫുഡ് കൊടുത്ത് നേരത്തെ ഫുഡ് കൊടുത്തല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതാ ഫുഡൊക്കെ കൊടുത്ത് അവൾക്ക് ഇതാ പാട്ടൊക്കെ വെച്ച് കൊടുത്ത് ഞാൻ അവളൊന്ന് ഉറക്കാൻ കിടത്തിയിട്ടോ. ആളത്ര പെട്ടെന്നൊന്നും ഉറങ്ങുള്ളതാ. 100-ന്റെ വോൾട്ടേജും കാട്ടിയിട്ട് കിടക്കുകയാണ് കണ്ണെന്ന് തുറച്ചിട്ട്. പിന്നെ അവളിനെ ഉറക്കണം. പിന്നെ അവൾക്ക് മേലെ കഴുകി കൊടുത്തിട്ട് ഫുഡ് കൊടുത്ത് മേലെ കഴുകി കൊടുത്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് കേട്ടോ ഉറക്കണം.
അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കേട്ടോ.